ഷാനവാസ് 8%, അനുമോൾ 19%, അക്ബർ 21%. Let's go! Yo! We are supporting Anishata! Guys, everybody, right now, everybody, okay, എല്ലാരും ഇന്നലെ MRC തൊപ്പിയുടെ ഒരു ലൈവ് കണ്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് തൊപ്പി അനീഷിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, അതായത് അനീഷിന് വേണ്ടി വോട്ട് ചെയ്യാൻ ലൈവിൽ എല്ലായിടത്തും പറയുന്നുണ്ട്. തൊപ്പിയുടെ ലൈവ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, ഏകദേശം 50,000-60,000 പേരൊക്കെയാണ് വാച്ചിങ്. തൊപ്പി പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്ന ആൾക്കാരാണ് ആ ലൈവ് വന്നിരുന്ന് വാച്ച് ചെയ്യുന്നത്. അതാണ് വേറൊരു സത്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ. എന്തായാലും തൊപ്പിയുടെ ലൈവിന് ശേഷം ഒരുപാട് അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. അതായത് തൊപ്പി ആ ചെയ്യുന്നത് ശരിയുള്ള കാര്യമല്ല. കാര്യം കഴിഞ്ഞ പ്രാവശ്യം തൊപ്പി ഇത് കണക്ക് ജിൻഡോ ജയിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ജിൻഡോ ഇതിനൊക്കെ എല്ലാവരും ജിൻഡോയ്ക്ക് വോട്ട് ചെയ്യണം എന്നും പറഞ്ഞിട്ട് ലൈവിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഭയങ്കര ഹ്യൂജ് നമ്പർ ഓഫ് വോട്ടുകളായിരുന്നു ജിൻഡോയ്ക്ക് കയറിയിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെയാണ് ഇവിടെ അനീഷിൻ്റെ കേസിലും ഇപ്പം നടന്നിരിക്കുന്നത്. ഇന്നലെ തൊപ്പി ലൈവിൽ തന്നെ ഒരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ ആരെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത് എന്ന തരത്തിൽ. അന്നേരം 49% ആൾക്കാരും പറഞ്ഞിരുന്ന പേര് അനീഷിൻ്റെയാണ്. എന്തായാലും അനീഷിന് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തൊപ്പി എല്ലായിടത്തും പറഞ്ഞു. അതേപോലെ എല്ലാവരും ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഇവിടെ അനീഷ് അല്ലെങ്കിൽ അനുമോൾ, ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും ആയിരിക്കും ഈ കപ്പടിക്കാൻ പോകുന്നത്. രണ്ടുപേരും ഇഞ്ചോടിഞ്ച് പോരാട്ടമായിട്ടാണ് ഇപ്പം നിലവിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അവസാനം അറിയാനായിട്ട് സാധിച്ചത് ഏകദേശം 2.5 ലക്ഷം വോട്ടുകളുടെ ലീഡ് അനുമോൾ കൊണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ തൊപ്പിയുടെ ഈ ഒരു ലൈവിന് ശേഷം ഈ ഒരു കാര്യം മാറിയിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. അതായത് അനുമോളുടെ വോട്ടിനെ കാട്ടിയും അനീഷിന് കയറിയിട്ടുണ്ട് എന്ന തരത്തിലും കുറേ ആൾക്കാർ പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് കുറച്ച് മണിക്കൂറുകളോടെ വെയിറ്റ് ചെയ്യാം ഇതിൻ്റെ എക്സാക്ട് റിസൾട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ. എന്തായാലും നമുക്ക് ആദ്യം തൊപ്പിയുടെ ലൈവ് ഒന്ന് കാണാം. ഷാനവാസ് 8%, അനുമോൾ 19%, അക്ബർ 21%. Let's go! Yo! We are supporting Anishata! Guys, everybody, right now, everybody, okay, എല്ലാരും guys, ഇത് PR ഒന്നും അല്ല, 10 പൈസ PR വാങ്ങിയിട്ട് ചെയ്യുന്നതല്ല guys. ഓക്കെ, ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടല്ലോ. ഇതിനകത്ത് വ്യക്തമായിട്ട് ഇവിടെ തൊപ്പി പറയുന്നുണ്ട്, ഞാൻ PR കാര്യങ്ങളൊന്നും അല്ല, ഞാൻ 2 ദിവസം മാത്രമാണ് ഈ ഒരു ഷോ കണ്ടിട്ടുള്ളത്. 2 ദിവസം കണ്ടതിൻ്റെ പേരിൽ എനിക്ക് ജെനുവിനായിട്ട് തോന്നിയത് അനീഷിനെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷ് ആരെ പറ്റിയിട്ടും അവിടെ ഇവിടെ പോയി കുറ്റങ്ങൾ പറയുന്നില്ല. ശത്രുക്കളുടെ അടുത്ത് പോലും അനീഷ് മാന്യമായിട്ടാണ് പെരുമാറുന്നത്. ഇതിൻ്റെയൊക്കെ പേരിൽ മാത്രമാണ് അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നതെന്നും തൊപ്പി പറയുന്നുണ്ട്. എന്തായാലും അനീഷ് എന്ന് പറയുന്നൊരു വ്യക്തി ജെനുവിൻ പേഴ്സൺ ആണ്. ഞാൻ ഓൾറെഡി എൻ്റെ വീഡിയോയ്ക്കകത്ത് പറഞ്ഞാണ്. പക്ഷേ അനീഷിന് പറ്റിപ്പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാന നിമിഷം ഈ ഒരു പ്രൊപ്പോസൽ കാര്യത്തിലോട്ട് വന്നപ്പം അനീഷിന് അത് നെഗറ്റീവായിട്ടാണ് ബാധിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് അനീഷിൻ്റെ ഗെയിമിനെ നെഗറ്റീവായിട്ടായിരുന്നു അത് ബാധിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അനീഷ് തുടക്ക സമയത്ത് എങ്ങനെയാണോ ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്നിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ ആയിരിക്കണമായിരുന്നു അവസാന നിമിഷങ്ങളിൽ നിൽക്കേണ്ടത്. അങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പം ഇതൊരു ടൈറ്റ് കോമ്പറ്റീഷൻ ആവത്തില്ലായിരുന്നു. കൺഫേം ആയിട്ടും ഈ അനീഷ് തന്നെ കപ്പെടുക്കത്തുള്ളായിരുന്നു. ശരിക്കും അനീഷ് അങ്ങനെയായിരുന്നു ഗെയിം കളിക്കേണ്ടത്. എല്ലാവരും അനീഷിന് പോയിട്ട് വോട്ട് ചെയ്യണം. ഓക്കെ, ഈക്വൽ അനീഷ് തൂക്കണം, കപ്പ അനീഷ് തൂക്കണം. ഓക്കെ, എല്ലാരും ഇതിൽ വോട്ട് ചെയ്തവരും ഇതിൽ സ്പാം ചെയ്തവരും കമന്റിൽ ഇടുന്നവരും ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറയുന്നത് ഇവിടെ വന്നിട്ട് ടൈപ്പ് ചെയ്തിട്ട് കാര്യമില്ല. ഇത് സാധനം റിസൾട്ട് ഉണ്ടാണെങ്കിൽ പോയി വോട്ട് ചെയ്യും. എല്ലാരും അനീഷിന് പോയിട്ട് ഇവിടെ വോട്ട് ചെയ്യാനല്ല കേട്ടോ, ഈ ചാറ്റിൽ വോട്ട് ചെയ്യാനല്ല, പോയിട്ട് ഹോട്ട്സ്റ്റാർ ഡൗൺലോഡ് ചെയ്തിട്ട് ഹോട്ട്സ്റ്റാറില് ബിഗ് ബോസ് എടുത്തിട്ട് ബിഗ് ബോസിൽ വോട്ടിംഗ് ഓപ്ഷനിൽ ഇതാ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഹോട്ട്സ്റ്റാർ തുറക്കുക. ഹോട്ട്സ്റ്റാർ തുറന്നിട്ട് ഇതാ ബിഗ് ബോസ് എടുക്കുക. ബിഗ് ബോസിൽ വോട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് ശരിക്കും തോന്നുന്നത്? ഇത് ഫെയർ ആയിട്ട് തോന്നുന്നുണ്ടോ? തൊപ്പിയെ സംബന്ധിച്ച് അത്യാവശ്യം നല്ല ഫാൻ ബേസ് ഉള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ തൊപ്പി ഈ ഒരു ഷോ ഈ 100 ദിവസം കണ്ടിട്ടില്ല, ഏകദേശം 2 ദിവസം മാത്രം കണ്ടിട്ടാണ് ഒരാളെ ജഡ്ജ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ കാണിക്കുന്നത് ശരിയല്ല എന്നുള്ള രീതിയിലുള്ളൊരു അഭിപ്രായം പല ആൾക്കാർക്കും ഉണ്ട്. എനിക്കും പേഴ്സണലി ആ ഒരു കാര്യത്തിനകത്തോട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊപ്പിയെ പോലെ ഒരാളെ വന്ന് സപ്പോർട്ട് ചെയ്യുമെന്ന് പറയുമ്പോഴത്തേക്ക് അത് ഒരുപാട് പേര് അത് കേട്ട്, അതായത് അത് ഇൻഫ്ലുവൻസ് ചെയ്ത് ഒരുപാട് പേര് പോയി വോട്ട് ചെയ്യും. അപ്പം ഇത്രയും ദിവസം അവിടെ കഷ്ടപ്പെട്ട് ഗെയിം കളിച്ച് നിന്ന ആൾക്കാർക്ക് യാതൊരു വിലയും ഇല്ലാതെ ആയിപ്പോവും. അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ശരിക്കും തൊപ്പി ഇങ്ങനെയുള്ളൊരു കാര്യം ചെയ്യാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാര്യം ഇത് ഭയങ്കര നെഗറ്റീവായിട്ട് പോകത്തേ ഉള്ളൂ. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണത്. കാര്യം അനീഷ് നല്ല ഗെയിമറാണ്, അനീഷ് കപ്പടിക്കണമെന്ന് തന്നെ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എന്നാൽ പോലും ബാക്കിയുള്ള ഗെയിമേഴ്സിനൊക്കെ ഒരു വിലയുമില്ലാത്ത രീതിയിലോട്ട് പോകൂടെ. അതായത് 2 ദിവസം ഷോ കണ്ടിട്ട് മാത്രം നമുക്ക് ഒരാളെ വിലയിരുത്തുക എന്ന് പറയുന്നത് അതത്ര ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതെങ്ങനെ ആൾക്കാർ ഉൾക്കൊള്ളുമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തായാലും ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പരിപാടി ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. എന്തായാലും ഇതിനോടൊപ്പം തന്നെ തൊപ്പി ഈ അനുമോളെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് അനുമോളുടെ PR പറ്റിയിട്ട് അതും കൂടി നമുക്കൊന്ന് കാണാം. അനുമോൾ, നിങ്ങൾ അനുമോളിൽ വോട്ട് ചെയ്തതിന് വോട്ട് ചെയ്തോ. കുറെ ആൾക്കാർ അങ്ങനെ പറയുന്നുണ്ട് PR കാരണം അനുമോൾ ജയിക്കാൻ സാധ്യത വളരെ കൂടുതലാന്ന് പറയുന്നുണ്ട്. പക്ഷെ
അനുമോക്ക് PR ഉണ്ടോ? അനുമോളാണ് PR-ന്റെ മോനെ. അനുമോളെ സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് ഞാൻ ഈ അനുമോളെയും അനീഷിനെയും സപ്പോർട്ട് ചെയ്യാൻ ഒരു നേർത്ത രേഖ ഉണ്ടായിട്ടുള്ളൂ. എനിക്ക് മനസ്സിലാ. ഇതിൽ രണ്ടാൾക്കാർ ആരെ സപ്പോർട്ട് ചെയ്യണമെന്ന് എനിക്കൊരു കൺഫ്യൂഷൻ ആദ്യം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കാര്യങ്ങൾ അറിയുന്നത് ഇവര് ഇത് ഭയങ്കര PR ആണ് നടക്കുന്നത്. ഞാൻ കാര്യം പറയില്ല. അതായത് ഓളെ വീട്ടുകാരടക്കം വീഡിയോ ഇറക്കുമ്പോ കണ്ടില്ല. ഓക്ക് 2 വീടുണ്ട്. ഓക്കെ, അനുമോക്ക് ഭയങ്കര രീതിയിലുള്ള PR ആണ് നടക്കുന്നത്. അനുമോൾക്ക് 2 വീടുണ്ട്. അതിൽ ഏറ്റവും ചെറിയ വീട്ടിൽ ചെന്നിട്ടാണ് ഈ പറയുന്ന അച്ഛൻ്റെ ആയാലും ഈ വീട്ടുകാരുടെ ആയാലും ഇൻ്റർവ്യൂ എടുക്കുന്നതും ഈ അനുമോളെ പറ്റിയിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നത്. പിന്നെ ഭയങ്കര സെൻറ്റിമെൻറ്റ്സ് ആയിട്ട് പറയുന്നു, അനുമോളുടെ കയ്യിൽ കാശില്ല അങ്ങനെയൊക്കെയുള്ള രീതിയിൽ. അതൊക്കെ വളരെ ഫേക്ക് ആയിട്ടാണ് തൊപ്പിക്ക് തോന്നിയെന്നാണ് പറയുന്നത്. പക്ഷേ അനുമോളെ പേഴ്സണലി അറിയാവുന്ന ആൾക്കാരും ഇതൊക്കെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് അനുമോൾ ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാവരും സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ അനുമോളുടെ സാഹചര്യം ഈ ഒരു ഇൻ്റർവ്യൂവിലൂടെ മനസ്സിലാക്കേണ്ട ആവശ്യം പല ആൾക്കാർക്കും ഇല്ല. അതായത് ജെനുവിനായിട്ട് അനുമോളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അതിൻ്റെ ആവശ്യമില്ല. പക്ഷെ ഇവിടെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി. ബിഗ് ബോസ് എന്ന് പറയുന്നൊരു ഷോയിൽ അവിടെ കണ്ടന്റ് കൊടുത്തിട്ടുണ്ടോ? ആ ഒരു ഷോയിൽ പുള്ളിക്കാരത്തി 100% ആയിട്ട് നിന്നിട്ടുണ്ടോ? അതാണ് ഇവിടെ നോക്കേണ്ടത്, അല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമല്ല. പിന്നെ അനുമോൾക്ക് ഈ പറയുന്നതിന് വേണ്ടി 16 ലക്ഷം രൂപയ്ക്കോ അല്ലെങ്കിൽ 20 ലക്ഷം രൂപയ്ക്കോ PR കൊടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ PR അത്രയും പൈസയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരത്തി ഫിനാൻഷ്യലി അത്രയും സെറ്റിൽഡ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് ബേസിക്കലി അങ്ങനെ തോന്നുന്നില്ല. ഇത്രയും ലക്ഷം രൂപയൊക്കെ PR-ന് കൊടുത്തിട്ട് ഈ ഒരു ഷോയ്ക്ക് പോകാമെന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ മണ്ടത്തരമല്ലേ? അപ്പം ഈ ഒരു കാര്യത്തിനകത്തോട്ട് തൊപ്പി പറയാനകത്തോട്ട് എനിക്ക് പേഴ്സണലി വലിയ യോജിപ്പില്ല. ഒന്ന് പഴയ വീട്, ഓള് ജനിച്ചു വളർന്നൊരു വീടും പിന്നെ ഇപ്പുറത്തെ ഓളൊരു വലിയ വീടും, ഓളെ അടുത്തൊരു വീടും. എന്നിട്ട് ഓളെ അച്ഛൻ അനുമോൾക്ക് വേണ്ടി വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പറയുന്ന വീഡിയോ എടുക്കുന്ന എവിടുന്ന് അറിയോ? ആ പഴയ വീട്ടിൽ നിന്ന്, ഓടിട്ട വീട്ടിന്റെ മുന്നിൽ നിന്ന്. അതായത് എല്ലാത്തിനും നല്ല ബുദ്ധിയും കുരുട്ടുമായിട്ട് അവന്മാർ കളിക്കുന്നത് എനിക്ക് മനസ്സിലായി. അതൊക്കെ അതിൽ സാധാരണക്കാരൻ ജയിക്കണം എന്നുള്ളതാണ് എൻ്റെ ഇത്. എന്നിട്ട് ഇവര് ഭയങ്കര ദാരിദ്ര്യം പറയില്ലടാ. അതായത് അനുമോൾക്ക് ഇതില്ല, കുറെ കടങ്ങളുണ്ട്, പൈസ ഇല്ല കയ്യില്, ദാരിദ്ര്യത്തിലാന്ന്. എന്തൊരു തൊള്ളടാ. എടാ മോനെ, ഒരു പരിപാടിക്ക് ഒരാൾ പോയി കഴിഞ്ഞാൽ എത്ര പൈസ വാങ്ങുന്നു ഞമ്മക്കറിയാം. ഓക്കെ, ഞമ്മക്കറിയാം. സാധാരണക്കാരെ പറ്റിക്കാൻ നോക്കല്ലേ മോനെ. സാധാരണക്കാരെ പറ്റിക്കാൻ നിങ്ങൾ നോക്കല്ലേ. ഞാൻ പറഞ്ഞു കൊടുക്കും ഒരാൾക്ക് ഈ എത്ര പൈസ കിട്ടിയെന്ന് പറഞ്ഞ് ഒരാൾക്ക് ഒരു പരിപാടിക്ക് പോയിട്ട് 1 ലക്ഷം രൂപ വെച്ച് കിട്ടിയെന്ന് പറഞ്ഞാൽ പോലും ഈ 16 ലക്ഷം രൂപയ്ക്ക് PR കൊടുത്തിട്ട് പോകുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? അഥവാ ഈ കിട്ടുന്ന പൈസയ്ക്ക് ചിലവൊന്നുമില്ലേ? അഥവാ ഈ കിട്ടുന്ന പൈസകളെല്ലാം കൊണ്ടുവന്ന് സേവ് ചെയ്തിടുവാണോ? അപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ഇവിടെ അതിൻ്റെ ബാക്കി വരും. ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അനുമോൾക്ക് പുറത്ത് PR എന്ന് പറയുന്ന ഒരു സാധനം എല്ലാവരുടെയും തലയിലോട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. കാര്യം അതിന് പ്രധാന കാരണക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഹൗസിനുള്ളിലുള്ള ആൾക്കാർ തന്നെയായിരുന്നു. അനാവശ്യമായിട്ട് ഇപ്പം റീ എൻട്രി ചെയ്ത സമയത്ത് പോലും അനുമോളെ കൂട്ടത്തോടെ ആക്രമിക്കുവാണ്. അതിനൊന്നും ഇവിടെ ആർക്കും ഒന്നും പറയാനില്ലേ? പല ആൾക്കാർക്കും വോട്ട് ചെയ്യാൻ പറ്റാതെ പല സ്ഥലങ്ങളിൽ നിന്നും ഓരോരുത്തരെയും കോൺടാക്ട് ചെയ്തിട്ട് അവരുടെ മൊബൈൽ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതായത് പേഴ്സണലി അനുമോൾ ഇഷ്ടപ്പെട്ടതിൻ്റെ പേരിലാണ്. അതൊന്നും ഒരു PR-ഓ കാര്യങ്ങളോ ഒന്നും അല്ല. അപ്പം ഇത്തരത്തിലൊക്കെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ വന്നിരുന്ന് പറയുമ്പോൾ ഇതിനെ പറ്റിയിട്ട് കൂടുതൽ പഠിച്ചിട്ട് പറയുന്നതായിരിക്കും ഏറ്റവും വൃത്തി. അപ്പം ഇങ്ങനെ അവസാന നിമിഷമൊക്കെ വന്നിട്ട് ഒരാളെ എനിക്ക് 2 ദിവസം കൊണ്ട് ഒരാളെ ഇഷ്ടപ്പെട്ട് നിങ്ങൾ പെട്ടെന്ന് അയാൾക്ക് വോട്ട് ചെയ്യണമെന്ന് പറയുമ്പോഴത്തേക്ക് അത് നല്ല രീതിയിൽ ഈ ഒരു ഷോയെ തന്നെ ഇത് ബാധിക്കും. അപ്പം പ്രത്യേകിച്ച് തൊപ്പിയെ പോലുള്ള ആൾ ഇത് ചെയ്യാതിരിക്കുന്നതായിരിക്കും ഏറ്റവും വൃത്തി. ഇതിനെ പറ്റിയിട്ട് വ്യക്തമായിട്ട് സായി ഈ മറ്റേ തൊപ്പിയുടെ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. ആ ഒരു സായി പറഞ്ഞതിനകത്ത് ഞാൻ 100% യോജിക്കുന്നു. കാര്യം ഒരിക്കലും ചെയ്യാൻ പാടില്ലത്. കാര്യം ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്ന ഒരു ലൈവാണ് ഈ തൊപ്പിയുടെ. അപ്പം തൊപ്പിയെ പോലെയുള്ള ഒരാൾ വന്നിട്ട് അയാൾക്ക് വോട്ട് ചെയ്യണം, അയാളെ നമുക്ക് ജയിപ്പിച്ചേ പറ്റത്തോളം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് എന്തോ പറയാൻ പറ്റും. ഇനിയിപ്പം ഈ ഫൈനലിലെങ്ങാണ് ഈ സാബുമാൻ വന്നിട്ടുണ്ടായിരുന്നെങ്കിലോ? സാബുമായ പാവമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ സകലമാനെ വരും സാബുമാനെ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തൊപ്പി പറഞ്ഞാൽ കേൾക്കുന്ന കുറച്ച് ലക്ഷക്കണക്കിന് കുറച്ച് പിള്ളേരുണ്ട്. അപ്പോൾ അവരെങ്ങാനും പോയി ഭ്രാന്ത് പിടിച്ച് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൺഫേം ആയിട്ട് സാബുമാനൊക്കെ കയറി വരും. യാതൊരു ഡൗട്ടും വേണ്ട അതിനകത്ത്. അന്നേരം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരുവിധ കോൺട്രിബ്യൂഷനും ആ ഷോയ്ക്ക് കൊടുക്കാത്ത വ്യക്തിയായിരിക്കും വിന്നറായിട്ട് നിൽക്കുന്നത്. ഒരു പരിപാടിക്ക് പോയാൽ ഏറ്റവും കുറഞ്ഞത് ഒരു 100K ഫോളോവേഴ്സ് ഉള്ള ഒരാൾ പോലും എത്ര പൈസ വാങ്ങുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു ചാനൽ പരിപാടിന്റെ റെമ്യൂണറേഷൻ എത്രയാ? ഇതെല്ലാം നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. അപ്പൊ അനുമോള അതിൽ എത്ര പൈസ ഉണ്ടെന്ന്, അനുമോള അതിൽ എത്ര ഇറക്കിയിട്ടുണ്ടെന്നല്ലോ നമുക്കൊരു ധാരണ ഉണ്ട്. വെറുതെ ആടെ വന്നിട്ട് PR-നെ ഏൽപ്പിച്ചിട്ട് ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ജനങ്ങളുടെ ഇടയിലുള്ളൊരു തെറ്റിദ്ധാരണ മാത്രമാണ്. മനസ്സിലായില്ലേ? ഇനി ഈ തൊപ്പി പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്സിനകത്തോട്ട് പല ആൾക്കാരും യോജിക്കുന്നുണ്ട്. അതായത് ഈ അനീഷിനെ സപ്പോർട്ട് ചെയ്ത കാര്യത്തിനകത്തോട്ട് ഞാനിവിടെ ഒരു പോസ്റ്റ് വായിച്ചു തരാം. ഇത്രയും സെലിബ്രിറ്റികളും PR-ഉം എല്ലാവരും നടന്ന് അനുമോൾക്ക് വേണ്ടി വോട്ട് പിടിക്കുമ്പോൾ ഈ വക സപ്പോർട്ടൊന്നും ഇല്ലാതെ ഒരു കോമണറായി വന്ന് അനുമോൾക്ക് വെല്ലുവിളിയായി വോട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അനീഷിൻ്റെ ഇപ്പോഴത്തെ റേഞ്ച്, അനുമോൾ ഫാൻസ് PR പോലും ഇപ്പോൾ പേടിക്കുന്നത് അനീഷ് വിൻ ചെയ്യുമോ എന്നാണ്. ഞാൻ അതാണ് പറഞ്ഞത്. കാര്യം തൊപ്പിയെ പോലെയുള്ള ഒരാൾ വന്നിരുന്ന് അനീഷിനെ വോട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗെയിം മൊത്തത്തിൽ ചേഞ്ച് ആവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെ ആയിരിക്കും ഈ പറയുന്ന അനുമോളും അനീഷും തമ്മിൽ. ഇനി ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് സായി തൊപ്പിയുടെ സംസാരിക്കുന്നുണ്ട്. അതെന്തായാലും ഞാൻ നിങ്ങളൊന്ന് കേൾപ്പിക്കാം.
ബിഗ് ബോസിന്റെ വോട്ടിംഗ് ഇന്ന് രാത്രിയാണോ തീരുമല്ലോ നാളെ രാത്രിയാണോ? നാളെ നൈറ്റ്. ഉറപ്പല്ലേ? ആടാ 12 ശനിയാഴ്ച രാത്രി 12. ആ ഓക്കെ ഓക്കെ താങ്ക് യു. നീ ആരെ സപ്പോർട്ട് ചെയ്യുന്ന? ഞാൻ ആരും സപ്പോർട്ട് ഇല്ല, മോഹൻലാൽ. നിന്റെ അഭിപ്രായം? ഞാൻ ആരെ സപ്പോർട്ട് ചെയ്യണമെന്ന് നിന്റെ അഭിപ്രായം? എടാ അങ്ങനെയൊന്നുമില്ല, ഫെയർ ആയിട്ട് കളിച്ചത് നമുക്ക് തോന്നിയായിരിക്കില്ല. അല്ല ഈ 2 ദിവസം ഷോ കണ്ടിട്ട് ഈ ഫുൾ ഷോ കണ്ടിട്ടില്ലല്ലോ. ഷോ കണ്ടിട്ടില്ല, പക്ഷേ സ്റ്റിൽ ഫെയർ അല്ല. സ്റ്റിൽ കണ്ടോ? അപ്പോൾ അത് ഒട്ടും ഫെയർ അല്ല. ഒരു ഫുൾ ഷോ കണ്ട് മനസ്സിലാക്കാതെ വെറും 2 ദിവസം കൊണ്ട് മാത്രം ഒരാളെ കണ്ടിഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ട് വന്ന് എല്ലാവരും വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും നല്ലൊരു പരിപാടിയല്ല. അത് പ്രത്യേകിച്ച് ഈ ഒരു ഫിനാലെ സമയത്ത്. അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ലടാ. എടാ ഫുള്ള് ഷോ കാണാതെ ചുമ്മാ ഇടയിൽ ഒരു അഭിപ്രായം പറയുമ്പോ അത് അതിന്റെ ക്രെഡിബിലിറ്റിനെ ബാധിക്കണോ? ബാധിക്കോ? പിന്നെ 100 ദിവസമുള്ള ഷോ അല്ലേ. നാളെ ഇതിന്റെ ഓപ്പോസിറ്റ് അനക്ക് അറിയാണ്ട് ഇതിന്റെ ലെവൽ ഓഫ് പി ആറിംഗ് ഒക്കെ എത്രയാന്നുള്ളത്. നാളെ തൊപ്പി സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ട് അന്നെ ചിലപ്പോ എല്ലാവരും കൂടി മുറിച്ച് പി ആർ ആക്കി കളയും. എന്ത് ചെയ്യും? തീർച്ചയായിട്ടും. അതായത് തൊപ്പിയും ഇതുപോലെ അനീഷിൻ്റെ പി ആർ എടുത്തിട്ടാണ് ഇങ്ങനെ വന്നിരുന്ന് സംസാരിക്കുന്നുള്ള രീതിയിൽ വരത്തുള്ളൂ. രണ്ടാമത്തെ കാര്യം, തൊപ്പിക്ക് പി ആർ മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിനെക്കാട്ടിലും ലക്ഷക്കണക്കിന് പൈസ പുള്ളിക്കാനെ സ്ട്രീം ചെയ്താൽ കിട്ടും. അത് വേറൊരു സത്യം. പിന്നെ അതേപോലെ തന്നെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസുമാരുടെയും മറ്റേ പി ആറുകളും ഈ ഫാൻസുകാരും പറഞ്ഞുകൊണ്ട് നടക്കും തൊപ്പി ഉണ്ടായതിൻ്റെ പേരിൽ മാത്രമാണ് ജയിച്ചത്, അല്ലെങ്കിൽ കാണാമായിരുന്നു. അങ്ങനെ ഒരു കാര്യങ്ങൾ ജീവിതകാലം മുഴുവനും കേട്ടുകൊണ്ട് നടക്കേണ്ടി വരും. അവിടെ പി ആർ ഒന്നല്ല, ഞാൻ 10 പൈസ വാങ്ങാണ്ടാണ് ഞാൻ ചെയ്യുന്നത്. നാട്ടുകാരോട് പറ, നന്നായി കളിച്ചു നിങ്ങൾ തോന്നിയ ആൾക്ക് കളിച്ചിട്ടോളം പറ. ആണോ? 100 ദിവസം കണ്ടു. പക്ഷെ എന്നാലും എനിക്ക് ഒരാളെ ജയിപ്പിക്കണം എന്ന് എനിക്കൊരാഗ്രഹമാടാ. അത് ആൾക്കാരെന്തെങ്കിലും പറയട്ടെ, ഞാൻ എന്തായാലും ഒരാളെ സപ്പോർട്ട് ചെയ്യാൻ പോയത്. ആൾക്കാരെന്തെങ്കിലും പറയട്ടെ. ഞാൻ പറയുന്നത് ഞാൻ ഒരാളെ സപ്പോർട്ട് ചെയ്ത് നോക്കാം. കഴിഞ്ഞ പോലെ ഞാൻ ജിൻഡോനെ സപ്പോർട്ട് ചെയ്ത് ജിൻഡോ കപ്പെടുത്ത്. ഇക്കൊല്ലം നമുക്ക് നോക്കാം, എന്താവും നോക്കാം. ഞാൻ എന്തായാലും സപ്പോർട്ട് ചെയ്യാൻ പോവാം. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയാണ് സംഭവം. ഇതിനകത്ത് സായി വിളിച്ച് പറയുന്നത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഒരാളെ വെറും 2 ദിവസം കൊണ്ട് മാത്രം വിലയിരുത്തിയിട്ട് പോയി വോട്ട് ചെയ്തില്ല. കാര്യം ഒരു 2 ദിവസം കൊണ്ട് മാത്രം ഒരാളെ നമുക്ക് ഒരിക്കലും സ്റ്റഡി ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി തുടക്കം തൊട്ട് ഈ ഒരു ഷോ കണ്ടതിന് പേരിലാണ് അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ ഇപ്പോഴും ഞാൻ അനീഷിനെ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് വീഡിയോ ഇട്ടിട്ടുള്ളത്. അനീഷിൻ്റെ ചില കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എനിക്ക് വിയോജിപ്പുള്ളത്. അതുപോലെ തന്നെയാണ് അനുമോളയും എനിക്ക് ഇഷ്ടമാണ്. അനുമോളും കപ്പടിച്ച് കഴിഞ്ഞാലും യാതൊരുവിധ കുഴപ്പമില്ല. കാര്യം ഇവർ രണ്ടുപേരും ഈ ഒരു ഷോയ്ക്ക് വേണ്ടത്രയും കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ട്. അല്ലാതെ ചുമ്മാ അവിടെ പോയിട്ട് മൊണ്ണകളായിട്ടൊന്നും ഇരുന്നിട്ടില്ല. എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.